11:50 ആയില്ലേ? ശരി, നമ്മൾ ഇന്നലെ എന്തൊക്കെയാ നോക്കിയിരുന്നേന്ന് ഓർമ്മയുണ്ടോ? ഫയൽസ് കഴിഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതാദ്യം ചോദിക്കട്ടെ. യെസ്, നമ്മൾ ഇന്നലെ FTEL പഠിച്ചു. ഏതൊക്കെ ഫങ്ഷൻസ് ഇന്നലെ നമ്മൾ പഠിച്ചേ? ഫസ്റ്റ് റീവൈൻഡ് പഠിച്ചു, പിന്നെ 3 പഠിച്ചില്ലായിരുന്നോ റാൻഡം ആക്സസിൽ? ഏതൊക്കെയാ 3 ചോദിക്കട്ടെ. റാൻഡം ആക്സസ്. എടാ, ഈ F ഓപ്പൺ എന്നൊക്കെ പറയുന്നത് ഫയലിന്റെ ഫങ്ഷൻസ് ആണ്. ഞാൻ ചോദിച്ചത് നമ്മൾ റാൻഡം ആക്സസിൽ വരുന്ന 3 കാര്യങ്ങൾ ഇന്നലെ പഠിച്ചില്ലേ? റാൻഡം ആയിട്ട് ആക്സസ് ചെയ്യുന്ന സമയത്ത് അത് ഏതൊക്കെയാ? ഒരു ഓഫ്സെറ്റ് വാല്യൂ. യെസ്, നിമ്മി ഒരാൾ കറക്റ്റ് ആയിട്ട്. FCക്ക് 1, പിന്നെ FCക്ക് കറക്റ്റ് ആണ്. പിന്നെ ഇനി 2 കൂടെ റീവൈൻഡ്. യെസ്, വെരി ഗുഡ്. റീവൈൻഡ്, അഖിൽ രാജ്, വെരി ഗുഡ്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. FCക്ക് ഉണ്ട്, റീവൈൻഡ് ഉണ്ട്, ഒരെണ്ണം കൂടെ ഉണ്ട്. നമ്മൾ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതേതാ? മറന്നുപോയോ? ഒരെണ്ണം കൂടെ ഉണ്ട്. യെസ്, FTEL. അതന്നെ. FTEL ഇത് 3 റാൻഡം ആക്സസ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയിരുന്നത്. റാൻഡം ആക്സസ് ഫയലിൽ നമുക്ക് 3 റീവൈൻഡ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. റീവൈൻഡ് ചെയ്തിട്ട് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ FCക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓഫ്സെറ്റ് ഒക്കെ കൊടുത്തിട്ട് ഇത്ര പ്ലസ് ചെയ്തിട്ട് ഇപ്പം ഇതുപോലെ 100 + 6 ചെയ്തിട്ട് അങ്ങനെ വരുന്നതാണ് FCക്ക് വരും. അതിനകത്ത് 3 പൊസിഷൻ ആണ്. ഫസ്റ്റ്, ലാസ്റ്റ്, പിന്നെ കറന്റ് പൊസിഷൻ. അങ്ങനെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് എന്ന് പറഞ്ഞത് FTEL ആണ് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് ഫയലിലെ കുറച്ച് പ്രോഗ്രാംസ് ആണ് ബാക്കിയുള്ളത്. നമുക്ക് കുറച്ച് പ്രോഗ്രാംസും കൂടെ നോക്കിയിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ. ശരി, അപ്പൊ നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം നോക്കിയാലോ? നമുക്ക് ഫസ്റ്റ് പ്രോഗ്രാം നോക്കാം. ആരും റിപ്ലൈ ഒന്നും ഇല്ലല്ലോ, ഉറങ്ങിയോ എല്ലാരും? നോക്കാം. ശരി, നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ബേസിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെ നോക്കി വരാം. അപ്പൊ ഞാൻ പ്രോഗ്രാം എന്താന്ന് പറഞ്ഞുതരാം. ഇപ്പം ഇത് എന്റെ ഒരു ഫയല്. എന്റെ ഫയലിന്റെ പേര് test.txt. ടെസ്റ്റ്, ഇത് നിങ്ങൾ എങ്ങനെയൊക്കെ വായിക്കണം കേട്ടോ. test.txt. ഇതിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ 1 2 3 ഹായ് ഇങ്ങനെയൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് വേണ്ടത് ഈ ഫയലിലുള്ള കണ്ടന്റ് എനിക്ക് പ്രിന്റ് ചെയ്യണം. അത്ര മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ. ഐ ജസ്റ്റ് വാണ്ട് ടു പ്രിന്റ് ദാറ്റ്. ഈ ഓരോ കണ്ടന്റ് റീഡ് ചെയ്യുക, അതിവിടെ പ്രിന്റ് ചെയ്യുക. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം. അപ്പൊ അതെങ്ങനെയാ ചെയ്യാന്ന് നോക്കിയാലോ? അപ്പൊ #include void main. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ എപ്പോഴും പറഞ്ഞു, ഒരു ഫയൽ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി ഹാവ് ടു ക്രിയേറ്റ് എ ഫയൽ പോയിന്റർ, അല്ലേ? ഒരു ഫയൽ പോയിന്റർ ക്രിയേറ്റ് ചെയ്യണ്ടേ? യെസ് ഓർ നോ? അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളൊരു ഫയൽ പോയിന്റർ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് വേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ഇപ്പൊ 1 ആണെങ്കിൽ ഈ ഒരു ക്യാരക്ടർ റീഡ് ചെയ്യണം. എന്നിട്ട് ആ 1 നമുക്ക് ഔട്ട്പുട്ടിൽ പ്രിന്റ് ചെയ്യണം. 2 റീഡ് ചെയ്യണം. 2 നമുക്ക് ഔട്ട്പുട്ടിൽ പ്രിന്റ് ചെയ്യണം. സോ അങ്ങനെ ഓരോ ക്യാരക്ടർ റീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ക്യാരക്ടർ CH വേണ്ടേ, ഒരു വേരിയബിൾ വേണമല്ലോ. അത് വെച്ചിട്ട് വേണം ഇവരെ റീഡ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ അതും നമ്മൾ കൊടുത്തു. ഇനി
ഞാൻ പറഞ്ഞു ഒരു ഫയൽ എന്ത് ചെയ്യുകയാണെങ്കിലും യു ഹാവ് ടു ഓപ്പൺ ദാറ്റ് ഫയൽ. അപ്പൊ ഫയൽ ഓപ്പൺ ചെയ്യേണ്ട സിന്റാക്സ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. നമ്മൾ ഈ ഫയൽ പോയിന്റർ വെച്ചിട്ട് എഫ് ഓപ്പൺ ബ്രാക്കറ്റില് ഈ ഫയലിന്റെ പേര് ഡബിൾ കോട്ട്സിൽ കൊടുത്തു. ആൻഡ് ഇത് ഏത് മോഡാണ്? ദിസ് വൺ, വിച്ച് ഇസ് ദിസ് മോഡ്? റീഡ്. വെരി ഗുഡ്. അപ്പൊ ഇത് ദിസ് ഇസ് റീഡ് മോഡ്. ഇതൊക്കെ നിങ്ങൾ റീഡ് എന്ന് വായിക്കണം കേട്ടോ. റീഡ് മോഡാണ്. ഓക്കെ, അത്രയും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിനകത്ത് വായിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇവിടെ എൻഡ് എത്തിയോ എന്ന് അറിയണം. ദാറ്റ് ഇസ് അവസാനത്തെ ലൈൻ ആണോ, അത് കഴിഞ്ഞിട്ട് വല്ലതും ഉണ്ടോ, അങ്ങനെയൊക്കെ നമുക്ക് അറിയണം. അപ്പൊ അത് ചെക്ക് ചെയ്യാൻ ഇതാരാണ് ആള്? ഇയാളുടെ യൂസ് ഇതെന്തിനാണ്? നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. FEOF. അതെന്താ സാധനം? എൻഡ് ഓഫ് ഫയൽ. ഓ വെരി ഗുഡ്, കറക്റ്റ് ആണ്, എൻഡ് ഓഫ് ഫയൽ ആണ്. ഇനി അപ്പൊ എൻഡ് ഓഫ് ഫയൽ എങ്ങനെയാ വർക്ക് ചെയ്യാം? എൻഡ് ഓഫ് ഫയലിൽ 2 വാല്യൂസ് ഇല്ലേ? നമ്മൾ അത് വെച്ചിട്ടാണല്ലോ. അത് ഏതൊക്കെയാ? എൻഡ് ഓഫ് ഫയൽ വർക്ക് ചെയ്യുമ്പോഴേ അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് 2 വാല്യൂസ് വരും. അതേതാ? 0 and 1. റൈറ്റ്. 0 ആണെങ്കിൽ അതെങ്ങനെയാ? 0 ആണെച്ചാല് എൻഡ് എത്തിയതാണോ, ലൈക്ക് എങ്ങനെയാണ് നമുക്ക് അറിയാം? സീറോ ആണെങ്കിൽ എൻഡ്. ഇമാനുവൽ മാറിപ്പോയി. 0 ആണെങ്കിൽ എൻഡ് എത്തിയിട്ടില്ല. യെസ്, നോട്ട് റീച്ച്ഡ് എൻഡ്. 1 ആണെങ്കിൽ എൻഡ്. അതെ. ഓക്കെ, അപ്പം 0 ആണെങ്കിൽ എൻഡ് എത്തിയിട്ടില്ല, 1 ആണെങ്കിൽ എൻഡ് എത്തി. അങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാം. റൈറ്റ്. ഇനി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ്, അപ്പൊ നമ്മൾ അത് കണ്ടീഷൻ കൊടുത്തു, ദാറ്റ് ഇസ് എൻഡ് എത്തിയോ ഇല്ലയോ എന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് CH is equal to F get C. അതായത് നമ്മൾ CH എന്ന് പറഞ്ഞ വേരിയബിൾ യൂസ് ചെയ്ത് ഓരോ ക്യാരക്ടറും റീഡ് ചെയ്യാണ്. ജസ്റ്റ് റീഡ് ചെയ്യുക. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ F get C, F put C, അതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് ഓരോ ക്യാരക്ടർ റീഡ് ചെയ്യാണ്. ആ ക്യാരക്ടർ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ പ്രിന്റ് ചെയ്യാണ്. റൈറ്റ്. ഇത് അപ്പൊ തന്നെ പ്രിന്റ് ചെയ്തു. ആൻഡ് നമ്മൾ ഓപ്പൺ ചെയ്ത ഫയൽ അപ്പൊ തന്നെ ക്ലോസ് ചെയ്തു. ഈ പ്രോഗ്രാമിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നൊന്ന് നോക്കിക്കേ. നിങ്ങൾക്ക് ഏതെങ്കിലും ലൈൻസ് ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കോ. ആർക്കെങ്കിലും ഏതെങ്കിലും ലൈൻസിൽ ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ ഇതിനകത്ത് ഏതെങ്കിലും ലൈനിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് റൺ ചെയ്ത് കാണിക്കാം. ഒരാൾക്കില്ല. ബാക്കി ആർക്കെങ്കിലും ക്ലിയർ ആണ്? ഓക്കെ, ശരി. നെക്സ്റ്റ്. ആർക്കെങ്കിലും, കാരണം ഇത് നിങ്ങൾ ആദ്യമായിട്ട് കാണണോണ്ടേ, ഫയൽസ് ആദ്യമായിട്ടല്ലേ. കുഴപ്പമില്ല. വൺ മോർ പറയൂ. ഓക്കെ, ശരി. അപ്പൊ ഇതെന്താന്ന് വെച്ചാല് ഫയൽസിന്റെ പ്രോഗ്രാം ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഫയല് നമ്മൾ എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മൾ ഫയൽസ് ചെയ്യുമ്പോഴത്തേനും ആദ്യം ഒരു ഫയൽ പോയിന്റർ ക്രിയേറ്റ് ചെയ്യാം. അതാണ് ഈ ഫയൽ സ്റ്റാർ FP. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കാം. അപ്പൊ ഇതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നുമില്ല. നമുക്ക് ഓൾറെഡി ഒരു ഫയൽ ഉണ്ട്, അതിനകത്ത് കുറച്ച് വാല്യൂസ് ഉണ്ട്. സോ ആ വാല്യൂസ് നമ്മൾ റീഡ് ചെയ്യുന്നു, അതപ്പോ പ്രിന്റ് ചെയ്യുന്നു. അപ്പൊ ഈ ഓരോ ക്യാരക്ടേഴ്സ് റീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും ഒരു വേരിയബിൾ വേണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ക്യാരക്ടർ CH എന്ന് എഴുതിയത്. ഓക്കെ, അപ്പൊ ക്യാരക്ടർ CH എന്ന് എഴുതി.
അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മൾ നമ്മൾ ഈ ഫയൽ ഓപ്പൺ ചെയ്ത് വെക്കണം. അപ്പൊ ഈ ഫയൽ ഓപ്പൺ ചെയ്യാനുള്ള സിന്റാക്സ് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്. ഈ ഫയൽ പോയിന്റർ വെച്ചിട്ട് വേണം എഫ് ഓപ്പൺ ഓഫ് ബ്രാക്കറ്റിൽ ഡബിൾ കോട്ട്സിൽ നമ്മൾ ഈ ഫയലിന്റെ പേര് എഴുതണം. ഇപ്പൊ ടെക്സ്റ്റ് ഡോട്ട് ടി എക്സ് ടി ആണ്, അത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫയലിന്റെ പേര് എഴുതാം. അങ്ങനെ ഏത് മോഡിലാണ് ഓപ്പൺ ചെയ്യുന്നത് അത് പറഞ്ഞു. അത് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ്, ഇതൊക്കെ എല്ലാ പ്രോഗ്രാമിലും ഉണ്ടാവും കേട്ടോ. എല്ലാ പ്രോഗ്രാമിലും ഈ ഒരു സ്റ്റെപ്സ് ഉണ്ടാവും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഈ ഫയലിന്റെ എൻഡ് എത്തിയോ എന്ന് നോക്കണം. സോ എൻഡ് എത്തിയോ നോക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് FEOF. ഓക്കെ, അപ്പം വൈൽ ഈ FEOF ഓഫ് FP ഈക്വൽ ടു 0 ആണോ എന്ന് നോക്കും. ഇത് 0 ആണെന്നാണെങ്കിൽ എൻഡ് എത്തിയിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് ജസ്റ്റ് ഓരോ ക്യാരക്ടർ റീഡ് ചെയ്യുക. ഇതിന്റെ സിന്റാക്സ് നമ്മൾ ലാസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത് എവിടെ നിങ്ങൾക്ക് നമ്മളന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഇതാണ് എല്ലാ സിന്റാക്സും ഇവിടെ ഉണ്ട്. ഈ സിന്റാക്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമാണ്. ആ സെയിം സിന്റാക്സ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ആദ്യം ആ ക്യാരക്ടർ വെച്ചിട്ട് നമ്മൾ ഈ ഓരോന്നതിനെ റീഡ് ചെയ്യും. ആ റീഡ് ചെയ്ത ക്യാരക്ടർ നമ്മൾ അപ്പൊ തന്നെ പ്രിന്റ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഇല്ലെങ്കിൽ ഞാൻ ഇത് റൺ ചെയ്തിട്ട് ആൻസർ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഞാൻ റൺ ചെയ്യാം കേട്ടോ. ഒരു മിനിറ്റ്, ഞാൻ ഈ പ്രോഗ്രാം എടുക്കട്ടെ. If the text file contains any numbers, എന്താണെങ്കിലും ഡിസ്പ്ലേ ചെയ്യും. കാരണം ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ റീഡ് ചെയ്യാനാണ്. അത് എന്ത് ക്യാരക്ടർ ആണെങ്കിലും അവരത് റീഡ് ചെയ്യും. അതിനാണ് നമ്മൾ CH എന്ന് കൊടുക്കണേ. എന്താണെങ്കിലും പ്രിന്റ് ചെയ്യും. കുഴപ്പമില്ല. ഇത് കാണാൻ പറ്റില്ലേ നിങ്ങൾക്ക്? ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫയൽസിന്റെ പ്രോഗ്രാം നിങ്ങൾ ചെയ്യുമ്പോഴേ നിങ്ങൾ ബാക്കി ഏത് പ്രോഗ്രാം ചെയ്യുമ്പോഴും ഏത് ഓൺലൈൻ കമ്പൈലറിൽ ഇട്ടാലും വരുന്നുണ്ട്. എനിക്ക് ഇത് ഈ GDB വെച്ചിട്ട് ഓൺലൈൻ GDB വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം ഇതിലാണ് നമുക്ക് ഫയൽസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉള്ളത്. അപ്പൊ നിങ്ങൾ ഫയലിന്റെ പ്രോഗ്രാം മാത്രം ഈ ഒരു ഓൺലൈൻ കമ്പൈലർ എടുത്ത് ചെയ്താൽ മതി. ബാക്കിയൊക്കെ ഏതിൽ ചെയ്താലും വരും കേട്ടോ. ഇനി അപ്പൊ നമ്മുടെ പ്രോഗ്രാം ഇങ്ങനെയാണ്. അപ്പൊ ഇത് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ടെക്സ്റ്റ് ഡോട്ട് TXT എന്ന് പറഞ്ഞൊരു ഫയൽ ഇല്ല. ഇപ്പൊ നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് R മോഡാണ്. സോ അവര് ഫയൽ ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യാനും പോകുന്നില്ല. അപ്പൊ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഫയൽ, ന്യൂ ഫയൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ക്ലിക്ക് ഓൺ ദാറ്റ്. അപ്പം നമുക്ക് ഫയലിന്റെ പേര് കൊടുക്കാം. അപ്പൊ ഈ സെയിം പേര് തന്നെ കൊടുക്കണം. ടെസ്റ്റ് ഡോട്ട് TXT എന്നുള്ള പേര് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. അപ്പൊ യു ക്യാൻ സി ഇവിടെ നമ്മുടെ പ്രോഗ്രാം ഉണ്ട് ആൻഡ് ഇവിടെ നമ്മുടെ ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഹായ്, ഹലോ, അങ്ങനെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കണ്ടന്റ് ഒക്കെ ടൈപ്പ് ചെയ്ത് വെച്ചു. അപ്പൊ നമ്മുടെ പ്രോഗ്രാം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ടെസ്റ്റ് ഡോട്ട് TXT എന്ന് പറഞ്ഞ ഫയലിൽ എന്തൊക്കെ കണ്ടന്റ്സ് ഉണ്ടോ അതൊക്കെ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കാണണം. അതാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പൊ ഞാനിത് റൺ ചെയ്ത് കാണിക്കട്ടെ. റൺ ചെയ്ത് നോക്കിയാലോ? ആരും ഇല്ല ഇവിടെ. റൺ ചെയ്യട്ടെ. റൺ ചെയ്ത് കഴിഞ്ഞാല് കണ്ടോ? യെസ്, റൺ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സി നമ്മുടെ ഈ ടെസ്റ്റ് ഡോട്ട് TXTയിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് കാണാൻ പറ്റി. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം. ഫയൽസിന്റെ ഫസ്റ്റ് പ്രോഗ്രാം ഇതാണ്. ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ളത് നോക്കുമ്പോൾ മനസ്സിലാവും ഇതിലുള്ള ഈ സ്റ്റെപ്സ് തന്നെയാണ് എല്ലാ പ്രോഗ്രാമിലും വരിക. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പൊ നമുക്ക് സെക്കൻഡ് പ്രോഗ്രാം നോക്കിയാലോ? ഇതിൽ വലിയ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? അപ്പൊ നമുക്ക് സെക്കൻഡ് പ്രോഗ്രാം നോക്കാം.
ക്ലിയർ. ഓക്കെ, ശരി. ഇനി നമ്മുടെ സെക്കൻഡ് പ്രോഗ്രാം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കഴിഞ്ഞു, നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞു. ഇനി സെക്കൻഡ് പ്രോഗ്രാം എന്താന്ന് നോക്കിയാൽ റൈറ്റ് പ്രോഗ്രാം ടു കൗണ്ട് നമ്പർ ഓഫ് വോവൽസ് ഇൻ എ ഗിവൻ ഫയൽ. ഇതും അങ്ങനെ തന്നെയാണ്. ഒരു ഫയൽ നമുക്ക് ഓൾറെഡി ഉണ്ട്. നമ്മുടെ ഫയലിന്റെ പേരെന്താ? test.txt തന്നെയാണ്. അപ്പൊ അത് തന്നെയാണ് കേട്ടോ പേര്, സെയിം പേര് തന്നെയാണ്, test.txt. അതിനകത്ത് ഞാനൊരു ഒരു ഹായ് എഴുതാം. ഇത് എന്തൊരു പാടായത്, ഇത് ഹെലോ എഴുതാം. അപ്പൊ ഇതിൽ എത്ര വോവൽസ് വരും? ഹായ് ഹെലോയിൽ എത്ര വോവൽസ് വരും? ഇവിടെ ഒരു ഐ ഉണ്ട്, ഇ ഉണ്ട്, ഓ ഉണ്ട്. 3 വോവൽ അല്ലേ? 3 അല്ലേ? ഹായ് ഹെലോ എന്ന് പറയുമ്പം ഞാൻ ഒരല്ലേ ഇട്ടിട്ടുള്ളൂ. 3 വോവൽസ് അല്ലേ? അപ്പൊ നമുക്ക് 3 ആൻസർ കിട്ടണം. കാരണം നമ്പർ ഓഫ് വോവൽസ് കൗണ്ട് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ആണ്. അത്രേ ഉള്ളൂ. ഒരു ഫയൽ ഉണ്ട്, അതിനകത്ത് എന്തൊക്കെയോ കണ്ടന്റ്സ് ഉണ്ട്, അതിൽ എത്ര വോവൽസ് ഉണ്ടെന്ന് പ്രിന്റ് ചെയ്യണം. അതാണ് നമ്മുടെ പ്രോഗ്രാം. നോക്കിയാലോ? ഇവിടെ ഇനി നോക്കുമ്പോ നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ പിടികിട്ടും. നോക്കിക്കോ, എല്ലാം സെയിം ആയിരിക്കും. ഈ ലൈൻ നോക്കിയേ. ആദ്യം എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മളൊരു ഫയൽ പോയിന്റർ ക്രിയേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് ഇവിടുത്തെ ഓരോ ക്യാരക്ടർ എടുത്തിട്ട് വേണമല്ലോ നമുക്ക് നോക്കാൻ. ഒരു ക്യാരക്ടർ എടുത്തിട്ട് അത് വവ്വൽ ആണോ അല്ലയോ നോക്കണം. അടുത്ത ക്യാരക്ടർ എടുത്തിട്ട് വവ്വൽ ആണോ അല്ലയോ നോക്കണം. സോ വിച്ച് മീൻസ് നമുക്ക് എന്ത് വേണം? ഒരു ക്യാരക്ടർ CH വേണം. ഒരു ക്യാരക്ടർ CH വേണം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വേണ്ടത് നമുക്ക് വവ്വൽസിന്റെ കൗണ്ട് ആണ്. സോ വിച്ച് മീൻസ് ഓരോ പ്രാവശ്യം നമുക്ക് കൗണ്ട് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഇന്റിജർ വേരിയബിൾ വേണം. സോ അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണേ? ഇന്റ് കൗണ്ട് എന്നുള്ളൊരു വേരിയബിൾ യൂസ് ചെയ്യണേ. ഇത് മൂന്നെണ്ണത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തിനാണ് ഇത് യൂസ് ചെയ്യണത്? അങ്ങനെ എന്തെങ്കിലും? ഇത് മൂന്നെണ്ണം കുഴപ്പമില്ലല്ലോ. ഇതിൽ ആർക്കെങ്കിലും സംശയം എന്തെങ്കിലും തോന്നുന്നുണ്ടോ? സ്റ്റാർ FP എന്ന് പറയുന്നത് ഫയൽ പോയിന്റർ ആണ്. ഈ ക്യാരക്ടർ CH എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ക്യാരക്ടർ റീഡ് ചെയ്തിട്ട് വേണം അത് വവ്വൽ ആണോ അല്ലയോ എന്ന് നോക്കാൻ. സോ അതിന് വേണ്ടിയിട്ട് ഓരോ പ്രാവശ്യം എന്തെങ്കിലും വവ്വൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ ഒരു കൗണ്ടർ പ്ലസ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടാണ് കൗണ്ടർ. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റെപ്സ് ഒക്കെ അതേപോലെ. അടുത്തത് ഫയൽ ഓപ്പൺ ചെയ്യുക, സെയിം തന്നെ F ഓപ്പൺ test.txt റീഡ് മോഡിൽ. കാരണം നമുക്ക് റൈറ്റ് ചെയ്യാൻ ഒന്നുമില്ലല്ലോ, റീഡ് ചെയ്താൽ മാത്രം മതി. സോ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വൈൽ അഗെയിൻ ചെക്ക് ചെയ്യുക, എൻഡ് ഓഫ് ഫയൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഇത്. സോ അതിനകത്ത് വീണ്ടും അതേപോലെ തന്നെ ഫയൽ FEOF FP = 0 ആണോ നോക്കുക. 0 ആണെങ്കിൽ എൻഡ് ഓഫ് ഫയൽ അല്ല. സോ അകത്ത് കയറി ഓരോ ക്യാരക്ടർ റീഡ് ചെയ്യാനാണ് ഇത്. സെയിം പോലെ കഴിഞ്ഞ പ്രോഗ്രാം അതേപോലെ CH = F get C എന്നിട്ട് FP കൊടുക്കും. എന്നിട്ട് നമ്മൾ ആ ഗെറ്റ് ചെയ്ത ഓരോ ക്യാരക്ടറും വവ്വൽ ആണോ നോക്കും. A ആണോ, ക്യാപിറ്റൽ A ആണോ, E ആണോ, സ്മോൾ E ആണോ, അങ്ങനെ AEIOUന്റെ എല്ലാം നോക്കും. അതിൽ ഏതെങ്കിലും ഒരെണ്ണം വരികയാണെങ്കിൽ അപ്പൊ നമ്മൾ കൗണ്ടർ പ്ലസ് ചെയ്യും. അപ്പൊ തന്നെ നമ്മൾ കൗണ്ടർ പ്ലസ് കൊടുക്കും. ഇതെല്ലാം കഴിഞ്ഞ് വൈൽ ഇവിടെ ക്ലോസ് ചെയ്ത് അവസാനം പുറത്ത് വന്നിട്ട് നമ്മൾ വവ്വൽസിന്റെ കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ കൗണ്ട് B പ്രിന്റ് ചെയ്ത് കൊടുക്കും. ആൻഡ് ഓപ്പൺ ചെയ്ത ഫയൽ അതേപടി ക്ലോസ് ചെയ്ത് വെക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫയലിന്റെ പ്രോഗ്രാം കുറച്ചും കൂടെ സിമിലർ ആയിട്ട് തോന്നില്ലേ? എല്ലാ പ്രോഗ്രാമും ഒരേപോലെയല്ല, അതിന്റെ ഉള്ളിലുള്ള കണ്ടന്റ്സ് മാത്രമേ മാറുള്ളൂ. ബാക്കി എല്ലാം ഒരേപോലെ. ആദ്യം ഫയൽ പോയിന്റർ, പിന്നെ ഫയൽ ഓപ്പൺ ചെയ്യുക, എൻഡ് ഓഫ് ഫയൽ ആണോ ചെക്ക് ചെയ്യുക, അങ്ങനെ എല്ലാം സെയിം ആയിരിക്കും, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഈ പ്രോഗ്രാമിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്നിട്ട് നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഡൗട്ട് ഇല്ലെങ്കിൽ അത് പറയൂ, ഉണ്ടെങ്കിൽ ചോദിച്ചു. ആരും ഒന്നും പറയുന്നില്ല. ഡൗട്ട് ഉണ്ടോ? ആരും ഒന്നും റിപ്ലൈ ചെയ്യുന്നില്ലല്ലോ. എന്താ പറ്റി? മനസ്സിലായില്ലേ? ഒരാള്. ഓക്കെ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ജുനീദിന്. ഓക്കെ, അടുത്തത് പിന്നെ
ഓക്കെ, അപ്പൊ ഞാനത് റൺ ചെയ്ത് കാണിച്ചു തരട്ടെ എന്നാല്. ഓക്കെ, അപ്പൊ റൺ ചെയ്യാം. ശരി, ഓക്കെ. ഞാനിപ്പോ പ്രോഗ്രാം എടുക്കട്ടെ. നിങ്ങൾ ഇതൊന്ന് നോക്കിക്കോ കേട്ടോ. അപ്പോഴത്തേനും ഞാൻ പ്രോഗ്രാം എടുക്കാം. ഇത് ഒരു പ്രാവശ്യം നോക്കിയാലേ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. കാരണം എല്ലാ പ്രോഗ്രാമും ഒരേപോലെയാണ്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനും ഭയങ്കര ഈസി ആയിരിക്കും എന്ന് തോന്നുന്നു എനിക്ക്. ഫയൽസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സിമിലർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഈ പ്രോഗ്രാം കോപ്പി ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് റൺ ചെയ്തിട്ട് നോക്കാം. അപ്പൊ ഇവിടെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ പഴയ ഔട്ട്പുട്ട് ആയിട്ട് ഇവിടെ കിടക്കുന്നത്. അപ്പം ഇതിലാണെങ്കിൽ test.txt തന്നെയാണ് ഫയൽ. അപ്പൊ അത് കുഴപ്പമില്ല. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വേറെ കണ്ടന്റ്സ് എഴുതാം. കുറച്ച് വവൽസ് ഒക്കെ വരുന്ന വാക്കുകൾ എഴുതാം. ഒരു ആൻ എന്നൊക്കെ കൊടുത്തേക്കാം. അപ്പൊ റൺ ചെയ്ത് ഇതിലിപ്പോ എത്ര എണ്ണം വരും? കൗണ്ട് ഓഫ് വവൽസ് ഇസ് 9 എന്നാണ് നമുക്ക് ആൻസർ വരുന്നത്. നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. ഇതിൽ എത്ര വവൽസ് വരണുണ്ട്? 9 ആണോ നോക്കിയേ. ഇതിൽ 3 ഐ ഉണ്ട്. 3 + 3 6 6 + ഇ ഒന്ന് 7 7 എ 8. എത്ര എണ്ണം വരണുണ്ട്? ഓ, ഇവിടെ ഒരു 3 ഉണ്ട്. ഇ 4 4 + 3 7 8 9. കറക്റ്റ് അല്ലേ? 9. യെസ്, 9. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ കാൽക്കുലേഷൻ. ശരിയാണ്, പ്രോഗ്രാം ഇസ് റൈറ്റ്. സോ ഇങ്ങനെയാണ് വവൽസ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. ഇനി ഇതിൽ എന്ത് ചോദിച്ചു, ഇപ്പൊ നിങ്ങളോട് ചോദിക്കാണ് വവൽസ് മാത്രമല്ല എന്തെങ്കിലും ഡിജിറ്റുകൾ ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ഇവിടെ CH = 1 2 3 4 അത് കൊടുത്ത് അത് കൗണ്ട് ചെയ്യും. ഇനി അങ്ങനെയെല്ലാം സ്പേസ് ആണെന്നാണെങ്കിൽ ഇവിടെ CH = സ്പേസ് കൊടുത്താൽ മതി. അപ്പൊ ഈ പ്രോഗ്രാമിനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മോഡിഫൈ ചെയ്യാം. ദാറ്റ് ഇസ് അപ് ടു യു. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നോക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മോഡിഫിക്കേഷൻസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? യെസ്, ഞാൻ അത് നിങ്ങളോട് ചോദിക്കാൻ മറന്നു. ഈ നടുക്കിട്ടിരിക്കുന്ന ഓപ്പറേറ്റർ എന്താ? ഇങ്ങനെ ഈ 2 പൈപ്പ് സിമ്പൽ അല്ലേ, അതെന്താ സാധനം? ഈ ഇടയില് ഇതൊക്കെ ഞാനത് ആദ്യമേ ചോദിക്കാൻ മറന്നു. ഇതെന്താ സാധനം? കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഓർ, യെസ്. നമ്മൾ പണ്ട് മൊഡ്യൂൾ 2 ഓപ്പറേറ്റേഴ്സ് പഠിക്കുന്നതിന്റെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആൻഡ് ഓപ്പറേറ്റർ, ഇത് ഓർ ഓപ്പറേറ്റർ, ഇത് നോട്ട് ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ കൂടെ ഉണ്ടായിരുന്നതാണ് ഈ പൈപ്പ് സിമ്പൽ. നിങ്ങൾക്ക് കീബോർഡിൽ നോക്കി നമ്മുടെ ബാക്ക് സ്പേസിന്റെ തൊട്ട് താഴെയുള്ള ടാബിൽ കാണാം. അതാണ് ഈ പൈപ്പ് സിമ്പൽ. ഇത് പറഞ്ഞാൽ ഓർ ഓപ്പറേറ്റർ ആണ് കേട്ടോ. അതായത് ക്യാപിറ്റൽ എ ഓർ സ്മോൾ എ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇ ഓർ സ്മോൾ ഇ, ഇതിൽ ഏത് വന്നാലും കൗണ്ട് ++ ചെയ്യുക, കൗണ്ട് പ്രിന്റ് ചെയ്യുക. ദിസ് ഇസ് പ്രോഗ്രാം. എങ്ങനെയുണ്ട് ഫയൽസിന്റെ പ്രോഗ്രാം? ഒരു 2 എണ്ണം കാണുമ്പോൾ എങ്ങനെ തോന്നുന്നു? കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ബാക്കിയുള്ള പ്രോഗ്രാമും ഇതുമായിട്ട്? ഇനി നെക്സ്റ്റ് പ്രോഗ്രാം നമുക്ക് നോക്കാനുള്ളത് ഏതാണെന്നറിയോ? ഇത് കഴിഞ്ഞാല് അടുത്തത് ഭയങ്കര എളുപ്പാട്ടോ. നമുക്ക് 2 ഫയൽസ് ഉണ്ട്. അല്ല, 2 ഫയലില്ല, നമുക്ക് ഒരു ഫയൽ ഉണ്ട്. ഒരു ഫയലിലെ കണ്ടന്റ് മറ്റേ ഫയലിലോട്ട് കോപ്പി ചെയ്യണം. ഓക്കെ, അതായത് ഒരു ഫയലിൽ നമുക്കൊരു ഇത്ര കണ്ടന്റ്സ്, ഇപ്പൊ test.txt എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ട്. അതിൽ കണ്ടന്റ്സ് നമുക്ക് കോപ്പി ചെയ്തിട്ട് പുതിയൊരു ഫയൽ തനിയെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ,
ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? റൈറ്റ് സി പ്രോഗ്രാം ടു കോപ്പി ദ കണ്ടന്റ് ഓഫ് എ ഫയൽ ടു അനദർ. ലൈക്ക് നമ്മൾ കോപ്പി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ രണ്ട് ഫയൽ വേണമെന്ന് നമുക്ക് ഉറപ്പായല്ലോ. അതായത് ഇപ്പൊ ഒരു ഫയൽ ഇവിടെ ഉണ്ട്, ഇതിലുള്ള കണ്ടന്റ് ഒക്കെ പുതിയൊരു ഫയലിലോട്ട് ഓട്ടോമാറ്റിക്കലി കോപ്പി ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിട്ട് വി നീഡ് 2 ഫയൽ പോയിന്റേഴ്സ്, ഫയൽ *f1 *f2, രണ്ട് ഫയൽ പോയിന്റേഴ്സ്. പിന്നെ ആസ് യൂഷ്വൽ ഒരു ക്യാരക്ടർ CH, കാരണം ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ റീഡ് ചെയ്തിട്ട് വേണം നമുക്ക് ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ റീഡ് ചെയ്യണം, എന്നിട്ട് വേണം കോപ്പി ചെയ്യാൻ. അത്രയും ക്ലിയർ ആണല്ലോ? രണ്ട് ഫയലും അറ്റ് എ ടൈം തുറന്നു വെക്കണം. എന്നിട്ട് ഇവിടുന്ന് കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക, ഇവിടുന്ന് കോപ്പി ചെയ്യുക, ഇവിടുന്ന് പേസ്റ്റ് ചെയ്യുക. അപ്പൊ രണ്ടും അറ്റ് എ ടൈം തുറന്നു വെക്കണം, നമ്മൾ സാധാരണ കോപ്പി ചെയ്യണ പോലെ തന്നെ. അപ്പൊ ആദ്യം F1 തുറന്നു വെക്കാം. അപ്പൊ F1 is equal to F open of test.txt R mode. That is, അത് ഓൺലി ഫോർ റീഡിംഗ് പർപ്പസ് ആണ്, ഒരു റൈറ്റിംഗും ഇല്ല. സോ R മോഡിൽ തുറന്നു. F2 എന്ന് പറഞ്ഞ ഫയല് ഓപ്പൺ ചെയ്തു. അപ്പൊ നമ്മൾ അതിന് പേര് കൊടുത്തത് copy.txt എന്നാണ്. ആൻഡ് അത് റൈറ്റ് മോഡിലാണ് കൊടുത്തത്. ഈ റൈറ്റ് മോഡിന്റെ പ്രത്യേകത എന്താ? നമ്മൾ ഇന്നലെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൈറ്റ് മോഡ് ആണെങ്കിൽ റൈറ്റ് ദ കണ്ടന്റ്സ്, അത് ഓക്കെ. അതല്ലാതെ ഇപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഈ copy.txt എന്ന് പറഞ്ഞ ഫയൽ ഇല്ല എങ്കിൽ നമ്മൾ റൈറ്റ് മോഡിലാണ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ എന്തായിരിക്കും അടുത്ത ഒരു സ്റ്റെപ്പ്? എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞിരുന്നല്ലോ, റൈറ്റിംഗ് മോഡിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇപ്പൊ ഈ copy.txt എന്ന് പറഞ്ഞ ഫയൽ ഇല്ല, നമ്മൾ ഇല്ലാണ്ടും റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്തു, അപ്പൊ എന്താ സംഭവിക്കുക? ആ യെസ്, അത് തന്നെ ഞാൻ ചോദിച്ചത്. അത് ഓട്ടോമാറ്റിക്കലി പുതിയൊരു ഫയല് ക്രിയേറ്റ് ചെയ്യും. അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. യെസ്. അപ്പൊ നമ്മൾ രണ്ട് ഫയല് തുറന്നു വെച്ചു. ഒരെണ്ണം റീഡ് മോഡിലാണ്, ഒരെണ്ണം റൈറ്റ് മോഡിലാണ്. റൈറ്റ് മോഡിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ copy.txt എന്ന് പറഞ്ഞ ഫയൽ ഇല്ലെങ്കിൽ കൂടെ they will create a new file. അത്രയും ക്ലിയർ ആണ്. അത് കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യാണ്. ആ ഫയൽ ഓപ്പൺ ചെയ്ത ഫയലിൽ എൻഡ് ഓഫ് ഫയൽ ആയോ നോക്കുക. സെയിം മെത്തേഡ് ആണ്, ഒരു വ്യത്യാസമില്ല. FEOF of F1 equal to 0 ആണോ നോക്കും. സീറോ അല്ല, സീറോ ആണെന്നാണെങ്കിൽ അതിനകത്ത് കയറും, ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ റീഡ് ചെയ്യും. എന്നിട്ട് ഈ ഒരു സ്റ്റെപ്പിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. എന്താ നോക്കിക്കേ, നമ്മൾ എവിടെയാ പ്രിന്റ് ചെയ്യാൻ പോണേ? അത് ശ്രദ്ധിച്ചോ, എവിടെയാ പ്രിന്റ് ചെയ്യാൻ പോണേ? ഇവിടെ F2 എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ? ആ F2, വിച്ച് മീൻസ് നമ്മൾ രണ്ടാമത്തെ ഫയലിലാണ് പ്രിന്റ് ചെയ്യാൻ പോണേ. ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു ആൻഡ് വി ആർ പേസ്റ്റിംഗ് ടു ദിസ് ഫയൽ. അപ്പൊ ഏത് ഫയലിലാണോ പ്രിന്റ് ചെയ്യേണ്ടത് അത് കൊടുത്താൽ മതി. CH എന്ന് കൊടുക്കുക ആൻഡ് F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് കോപ്പി ചെയ്ത കണ്ടന്റ്സ് ഈ ഫയലിൽ കൊണ്ടായിട്ട് പേസ്റ്റ് ചെയ്യും. അപ്പൊ ഇതെല്ലാം ചെയ്തതിന് നമുക്കൊരു മെസ്സേജ് വരും, സക്സസ്ഫുള്ളി കോപ്പീഡ്. എന്നിട്ട് നമ്മൾ ഈ ഓപ്പൺ ചെയ്ത രണ്ട് ഫയലും ക്ലോസ് ചെയ്ത് വെക്കാം. Fclose F1 ആൻഡ് Fclose F2. ഇത്രയേ ഉള്ളൂ ഒരു ഫയലിൽ നിന്ന് വേറൊരു ഫയലിലോട്ട് കോപ്പി ചെയ്യണം. എല്ലാം സെയിം സ്റ്റെപ്പ് ആണ്. ഫയൽ പോയിന്റർ ഉണ്ടാക്കുക, ഓപ്പൺ ചെയ്യുക, എൻഡ് ഓഫ് ഫയൽ ആണോ നോക്കുക, ക്യാരക്ടർ നോക്കുക. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പിൽ മാത്രമേ മാറ്റം വരുള്ളൂ, ബാക്കി എല്ലാം സെയിം. ഈ പ്രോഗ്രാമിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് നോക്കി, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ ഇല്ല പറഞ്ഞാൽ നമുക്ക് റൺ ചെയ്യാം. നിങ്ങൾ ഒന്നും പറയാണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് കൺഫ്യൂഷൻ. ഒരാൾക്കില്ല, ഓക്കെ. വൺസ് മോർ പറയൂ. ഓക്കെ, വൺസ് മോർ പറയാം. അപ്പൊ ഇതെന്താ പ്രോഗ്രാം എന്ന് വെച്ചാൽ നമുക്ക് രണ്ട്, അതായത് ഒരു ഫയലുണ്ട്, test.txt എന്ന് പറഞ്ഞ ഫയൽ മാത്രമേ നമുക്കുള്ളൂ. അതിനകത്ത് നമ്മൾ കുറച്ച് കണ്ടന്റ്സ് എഴുതിയിട്ടുണ്ട്.
അപ്പൊ ആ കണ്ടന്റ് നമുക്ക് പുതിയൊരു ഫയല് അത് അവര് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് തന്നെ ഇത് പ്രിന്റ് ചെയ്യണം. അതാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പൊ ആസ് യൂഷ്വൽ ആദ്യം എന്തായാലും 2 ഫയൽ ഉണ്ടെങ്കിൽ നമ്മൾ 2 ഫയൽ പോയിന്റർ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അത് ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് ഓരോ ക്യാരക്ടർ റീഡ് ചെയ്യണമല്ലോ. അപ്പൊ നമ്മൾ ക്യാരക്ടർ CH ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ 2 ഫയൽ ഓപ്പൺ ചെയ്യണം. കാരണം രണ്ടും അറ്റ് എ ടൈം തുറന്നു വെച്ചാലാണ് നമുക്ക് ഒന്നിന്ന് കോപ്പി ചെയ്തിട്ട് ഒന്നിന്ന് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് റീഡ് മോഡിലായിരിക്കും. അതായത് ഇതിന് നമുക്ക് റീഡ് ചെയ്താൽ മാത്രം മതി. ലൈക് നമുക്കിത് എന്താ പറയാ റൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം സെക്കൻഡ് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തോട്ടാണ് കോപ്പി ചെയ്യേണ്ടത്. സോ നമ്മൾ റൈറ്റ് മോഡിൽ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എൻഡ് ഓഫ് ഫയൽ ആയോ നോക്കും. അതായത് അവസാനം ലൈക്ക് ഇവിടെ എൻഡിൽ എത്തിയോ നോക്കും. എൻഡിൽ എത്തിയിട്ടില്ലെങ്കിൽ ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ റീഡ് ചെയ്യും. അതിനാണ് ഈ ലൈന്. അത് കഴിഞ്ഞിട്ട് ഇത് F1 ആണ് റീഡ് ചെയ്യുന്നത്. ലൈക്ക് F1 ഓരോ ക്യാരക്ടേഴ്സ് ആണ് റീഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളത് പേസ്റ്റ് ചെയ്യുന്നത് F2ലാണ്. അതായത് സെക്കൻഡ് ഫയലിലാണ് പേസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളൊരു മെസ്സേജ് കൊടുക്കും. എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾ ദ കണ്ടന്റ് ഇസ് കോപ്പിഡ്, സക്സസ്ഫുള്ളി കോപ്പി ആയി പറയും. ആൻഡ് ദെൻ 2 ഫയലും ക്ലോസ് ചെയ്യും. അത്രേ ഉള്ളൂ. നമ്മുടെ ഒരു ലോജിക് യൂസ് ചെയ്താൽ മതി. ഒരു ഫയലിൽ നിന്ന് വേറൊരു ഫയലിലോട്ട് കോപ്പി ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? രണ്ടും തുറന്നു വെക്കണം, ഒരെണ്ണത്തിന് ഓരോ ക്യാരക്ടർ എടുക്കണം, മറ്റേതിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ. ഞാനൊന്ന് റൺ ചെയ്ത് കാണിക്കട്ടെ. ക്ലിയർ ആയില്ലേ? ഈ പ്രോഗ്രാമും കൂടി ചെയ്യാനുള്ള സമയം ഉണ്ടാവുള്ളൂ. വേഗം റൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് കാണാമല്ലോ അല്ലെ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ആ സെയിം പ്രോഗ്രാം ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കോ, നമുക്ക് ആകെ ഉള്ളത് text.txt എന്ന് പറഞ്ഞ ഫയല് മാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അതിനകത്ത് നമ്മൾ ഈ കൊടുത്ത ഇത്രയും വാല്യൂസ് ഉണ്ട് കേട്ടോ. ഇതുവരെ കുഴപ്പമില്ലല്ലോ. ഞാൻ അത് റൺ ചെയ്ത് കാണിച്ചു തരട്ടെ. നമ്മുടെ ലോജിക് പ്രകാരം ഇവര് copy.txt എന്നുള്ള ഫയൽ അവര് തന്നെ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അതിനകത്ത് ഇത്രയും വാല്യൂസ് അവര് തന്നെ കോപ്പി ചെയ്തിട്ട് എഴുതി വെക്കണം. അതാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പൊ നമുക്കത് വർക്ക് ആവുന്നുണ്ടോ നോക്കാം. അപ്പൊ ഞാനത് റൺ ചെയ്യാൻ പോവാ. നിങ്ങൾ നോക്കിക്കോ, ഇവിടെ main.cm test.txt മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ അത് റൺ ചെയ്യാണ്. എന്താണ് വ്യത്യാസം കണ്ടോ? നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് വന്നത് സക്സസ്ഫുള്ളി കോപ്പീഡ് എന്നാണ്. ആൻഡ് നമുക്ക് പുതിയൊരു ഫയലും കൂടെ അവർ ക്രിയേറ്റ് ചെയ്ത് തന്നു. ദാറ്റ് ഇസ് copy.txt. നമ്മൾ പ്രോഗ്രാമിൽ കൊടുത്ത അതേ പേര് തന്നെയാണ് copy.txt. അത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ദേ ഹാവ് കോപ്പീഡ് ഓൾ ദ കണ്ടന്റ്സ് ടു ദിസ് പെർട്ടിക്കുലർ ഫയൽ. കണ്ടോ? ഇങ്ങനെയാണ് ഒരു ഫയലിൽ നിന്ന് വേറൊരു ഫയലിലോട്ട് കോപ്പി ചെയ്യുക. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഈ പ്രോഗ്രാമിൽ ആർക്കെങ്കിലും എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ പിള്ളേരെ? ആരും റിപ്ലൈ ചെയ്യരുത്. എന്തിങ്ങനെ? ക്ലിയർ. ഡൗട്ട് ഉണ്ടോ ഇതിൽ എന്തെങ്കിലും? ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഞാൻ അതുകൊണ്ട് നിങ്ങൾ വെറുതെ പറയുന്നത്. ശരി, ഇവിടെ ആബ്സെന്റീസ് എത്ര പേരുണ്ട്? 55. ആരൊക്കെ ആബ്സെന്റ് ഒന്ന് വേഗം പറയൂ. അപ്പം